ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ പേരാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്ത ഒരു കാര്യം തന്നെയാണ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മിക്സ്ചറാണ് അല്ലേ, ഒരു കോമ്പിനേഷനാണ്. എന്തിൻ്റെയൊക്കെ? ഫൈൻ അഗ്രിഗേറ്റ്, കോസ് അഗ്രിഗേറ്റ്, സിമെൻറ്റ്, വാട്ടർ, ഇതെല്ലാം കൂടി ചേർന്ന ഒരു മിക്സ്ചറിനെയാണ് നമ്മൾ എന്ത് പറയണത്? കോൺക്രീറ്റ് എന്ന് പറഞ്ഞത്. കോൺക്രീറ്റിന് ഒരു ബേസിക് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് കോൺക്രീറ്റിൻ്റെ ബേസിക് പ്രോപ്പർട്ടി? അത് എന്താണ്? സ്ട്രോങ് ഇൻ കംപ്രഷനാണ്, അതേപോലെ വീക്ക് ഇൻ ടെൻഷനാണ് അല്ലേ. കംപ്രസീവായിട്ടുള്ള വരുന്ന ലോഡുകളൊക്കെ അതിനെ ഏറ്റെടുക്കാൻ ഭയങ്കര നല്ല കഴിവുണ്ട്. അതന്നെ ടെൻഷൻ സൈഡിലേക്ക് വരുന്ന ലോഡുകൾ അതെന്താവും? ഫെയിലിയർ സംഭവിക്കും കോൺക്രീറ്റിന്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക ഡ്രോബാക്ക് വന്നതിന് ശേഷം നമ്മളെന്താണ് അതിനൊരു വേറൊരു രൂപം കൊടുത്തു. ആ ഒരു രൂപത്തിന് പറയുന്ന പേരാണ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ്, RCC എന്ന് പറയുന്നത്. RCC എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം സാധാ കോൺക്രീറ്റുമായിട്ട്? അതിൽ നമ്മൾ എന്തും കൂടി കൊടുക്കുന്നുണ്ട്? നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് ബാറും കൂടി കൊടുക്കുന്നുണ്ട്. റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ എന്ന് പറഞ്ഞാൽ എന്താ? കമ്പി 16 mm-ൻ്റെയോ 12 mm-ൻ്റെയോ അങ്ങനെ പലതരത്തിലുള്ള കമ്പികൾ നമ്മൾ ഏതാണോ സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യണത് ആ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ നമ്മൾ അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബേസിക്കലി എന്താ ചെയ്യണത്? അവിടെ ടെൻസൈൽ സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഫോഴ്സാണ് അവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടെൻഷൻ ഫോഴ്സ് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഒരു കോൺക്രീറ്റിന് ഗുഡ് ഇൻ കംപ്രഷനും ആവും, അതേപോലെ ഗുഡ് ഇൻ ടെൻഷനും ആവും. ഓക്കെ, അപ്പോൾ അതിൽ മുഴുവനായിട്ട് എന്താ ചെയ്യണത്? റെസിസ്റ്റ് ചെയ്യുക ചെയ്യണത്. ഏതൊക്കെ ഫോഴ്സ് അതിൽ വന്നാലും എന്ത് ചെയ്യും? ആ ഫോഴ്സുകളൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി എന്തിനുണ്ട്? RCC സ്ട്രക്ചേഴ്സിനുണ്ട്. ഓക്കെ, റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിനുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു കോൺക്രീറ്റ് ഇസ് വീക്ക് ഇൻ ടെൻഷൻ അല്ലേ. കോൺക്രീറ്റ് ഇസ് വീക്ക് ഇൻ ടെൻഷൻ. അപ്പോൾ ടെൻഷൻ സൈഡിൽ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് മാത്രമാണോ ഇട്ട് കൊടുക്കുന്നത്? അല്ല അല്ലേ. കമ്പി ഇങ്ങനെ വെറുതെ ഇപ്പം നമ്മൾ താഴേന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കമ്പി മാത്രമായിട്ട് ഇങ്ങനെ കാണുമോ? ഇല്ല, അതിന് ചുറ്റും ഒരു ലെയർ ഉണ്ട് അല്ലേ. കോൺക്രീറ്റ് മുഴുവനായിട്ട് ഒരു ബീം നോക്കുക. ഓക്കെ, ഇപ്പം നിങ്ങളുടെ കോളേജിലൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ബീം നോക്കുക. ബീമിനൊക്കെ നമ്മൾ കമ്പി ഇട്ട് കൊടുത്തിട്ടുണ്ടാവില്ലേ അല്ലേ. പക്ഷെ അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആ കമ്പി കാണാൻ പറ്റുമോ? ഇല്ല, അതിൻ്റെ ആ ഭാഗത്തൊക്കെ കോൺക്രീറ്റും ഫില്ല് ചെയ്തിട്ടുണ്ടാവും അല്ലേ ചുറ്റും. അപ്പോൾ അതെന്തിനാണ് കൊടുക്കുന്നത്? അതിൻ്റെ ബേസിക് പ്രോപ്പർട്ടി എന്താണ്? കോൺക്രീറ്റ് ടെൻഷൻ സൈഡിൽ കൊടുക്കുകയാണെങ്കിൽ പോലും അത് ബേസിക്കലി നമ്മൾ ബോണ്ടിങ് പർപ്പസിനാണ്. ആ സ്റ്റീലിനെ ബോണ്ട് ചെയ്യാൻ. ഓക്കെ, ആ ഒരു സ്റ്റീലിനെ എന്ത് ചെയ്യാനാണ്? അതിനെ അവിടെ പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കോൺക്രീറ്റിനെ അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കോൺക്രീറ്റിന് ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല. ഓക്കെ, അതിന് ആ ഒരു ടെൻഷൻ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാൻ ആ കോൺക്രീറ്റ് ടെൻഷൻ സൈഡിൽ വരുന്ന കോൺക്രീറ്റിന് ടെൻഷൻ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് ശരിക്കുള്ള ഉത്തരം. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. ഇങ്ങനെ ഒരു RCC സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ വലിയ വലിയ സ്പാന് വരികയാണെങ്കിൽ, ഓക്കെ, സ്പാന് കൂടുന്നതിൻ്റെ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? ഇത്രയും ലോഡ് കൂടുകയാണ് അല്ലേ. സെക്ഷൻ്റെ ലോഡ് കൂടി കൂടി വരും. ഓക്കെ, സെക്ഷൻ്റെ ലോഡ് കൂടി കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ കൊടുക്കുന്നതിൻ്റെ അനുസരിച്ച് ആ ഭാഗത്ത് നമ്മൾ കോൺക്രീറ്റും ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്കൊരു നഷ്ടമായിട്ട് മാറും. അപ്പോൾ എന്തായിട്ട് മാറും? അപ്പോൾ അത്രയും കമ്പികൾ ഇട്ട് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഒരു ബ്രിഡ്ജാണ്, ആ ബ്രിഡ്ജിൻ്റെ പിയറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓരോ കഷ്ണം കഷ്ണമായിട്ടാണ് വെക്കുക. ഈ റോഡിൻ്റെ പാർട്ട് ഉണ്ടല്ലോ, അതൊക്കെയാണ് ബീമായിട്ട് നമ്മൾ പറയണത്. അതിന് നമ്മൾ ബ്രിഡ്ജിൻ്റെ സ്ട്രക്ചറിൽ നമ്മൾ ബേസിക്കലി പറയണ ഒരു പേരാണ് പിയർ. ഓക്കെ, ആ പിയേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാവുക? അതൊക്കെ അത്രയും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വലിയ വലിയ ഈ ഭാരത് ബെൻസിൻ്റെ ഒക്കെ വണ്ടി പോണത് ഓരോ ബ്രിഡ്ജിൻ്റെ മുകളിൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക കാറിൻ്റെ ലോഡ് മാത്രം എടുക്കാനുള്ള കപ്പാസിറ്റി ആ ഒരു ബ്രിഡ്ജിന് ഉള്ളൂ എന്നെങ്കിൽ ഇങ്ങനെ വലിയ വണ്ടി വരുമ്പോൾ ആകെ ഇടിഞ്ഞു പോകില്ലേ. അപ്പോൾ അത്രയും ഹെവിയർ ആയിട്ടുള്ള ലോഡുകളൊക്കെയാണ് അതിൻ്റെ മുകളിൽ വരുന്നത്. ആ ലോഡ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിന് അത്രയും ലോഡ് ക്യാരിങ് കപ്പാസിറ്റി വേണം. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് അത്രയും കോൺക്രീറ്റ് ഇട്ട് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത്രയും റീഇൻഫോഴ്സ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ ഓരോ കോൺസെപ്റ്റ് വന്നപ്പോഴാണ് നമുക്ക് അതിന്
എന്താ പറയുക, RCC എന്ന രീതിയിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ തുടങ്ങിയത്. ഓക്കെ, ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വേണം നിങ്ങൾ അടുത്തതായിട്ട് പഠിക്കാനായിട്ട്. ഇതിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റിൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഒരു ഇൻഡ്യൂസ്ഡ് ഇൻറ്റേർണൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഒരു ഇൻറ്റേർണൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, ഈ ഇൻറ്റേർണൽ സ്ട്രെസ് എന്തിനാണ് പ്രൊവൈഡ് ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു റീഇൻഫോഴ്സ്മെൻറ്റ്സിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ആ ഒരു കമ്പീനാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻറ്റേർണൽ സ്ട്രെസ് കൊടുക്കുന്നത്. അത് നിങ്ങൾ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഇൻറ്റേർണൽ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇൻറ്റേർണൽ സ്ട്രെസ് ഓഫ് സച്ച് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് the stress resulting from external loading are counteracted to the desired degree. ഓക്കെ, ഇൻറ്റേർണൽ സ്ട്രെസ് നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് വരുമല്ലോ, അത് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഇത്രയധികം എക്സ്റ്റേണൽ ഫോഴ്സ് വരും, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട്, അതിനെ എത്രത്തോളം കൗണ്ടർ ചെയ്യാൻ പറ്റണോ അത്രത്തോളം ഇൻറ്റേർണൽ സ്ട്രെസ് നമ്മൾ ആ ഒരു സ്ട്രക്ചറിൽ പ്രൊവൈഡ് ചെയ്യാണ്. അതിനെയാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറയുന്നത്. പ്രീ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പറയല്ലേ പരീക്ഷ പോസ്റ്റ്പോണ്ട് ചെയ്തു. പോസ്റ്റ്പോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, പോസ്റ്റ് പറഞ്ഞാൽ പരീക്ഷ ഉള്ള സമയത്തിനെക്കാട്ടി കുറച്ചും കൂടി കാലതാമസം വരുന്നു അല്ലേ. ഇപ്പോൾ മാർച്ചിൽ വരേണ്ട പരീക്ഷ ഏപ്രിലാണ്, അതിനെ പോസ്റ്റ്പോണ്ട് എന്ന് പറയും. അത് പ്രീപോണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മാർച്ചിൽ വരുന്ന പരീക്ഷ ഫെബ്രുവരിയിൽ വരികയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പ്രീപോണ്ട്, നേരത്തെ വരികയാണ്. ഓക്കെ, അപ്പോൾ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ സ്ട്രെസ് കൊടുക്കുക. ശരിക്കും നമ്മൾ RCCയിലൊക്കെ ആണെങ്കിൽ എപ്പോഴാണ് സ്ട്രെസ് കൊടുക്കുക, സ്ട്രെസ് ഉണ്ടാവുക നമ്മൾ കോൺക്രീറ്റ് ഒക്കെ വെച്ച് അതിൻ്റെ ഉള്ളിൽ കമ്പിയൊക്കെ ഇട്ടതിന് ശേഷം കോൺക്രീറ്റ് കൊടുത്തതിന് ശേഷം കുറച്ച് ദിവസം എന്താ പറയുക സെറ്റ് ആയതിനു ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ലോഡ് കയറുമ്പോഴാണ് അതിൽ എന്ത് വരിക, സ്ട്രെസ് വരിക. ഓക്കെ, പക്ഷേ ഈ ഒരു പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് ആകുമ്പോൾ എങ്ങനെയാണ്, ആദ്യം തന്നെ സ്ട്രെസ് കൊടുക്കുകയാണ്. ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ ഒരു എന്താ പറയുക റീഇൻഫോഴ്സ്മെൻറ്റ് ബാറിൽ സ്ട്രെസ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, അതെന്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എക്സ്റ്റേണൽ സ്ട്രെസ്സുകളെ, എക്സ്റ്റേണൽ ലോഡിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പം അത്രയും ലോഡുകൾ, അത്രയും ഹെവി ലോഡ് വരുന്ന സെക്ഷൻസിലൊക്കെയാണ് നമ്മൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, പിന്നെ പറയുന്ന ഒരു വാക്കാണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്രിയേഷൻ ഓഫ് പെർമനൻറ്റ് സ്ട്രെസ്സാണ്. ഓക്കെ, പെർമനൻ്റ് ആയിട്ട് ഒരു സ്ട്രെസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും ലോഡിന് അത് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് പെർമനൻ്റ് ആയിട്ടുള്ള ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ആയിരിക്കും. ആദ്യം തന്നെ അതിന് അത്രയും ലോഡ് ക്യാരി ചെയ്യാനുള്ള ഒരു പവർ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുകയാണ് അതിൽ സ്ട്രെസ്. ഓക്കെ, ബിഫോർ ലോഡിങ്. ഓക്കെ, സച്ച് ദാറ്റ് ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്ഡ് ഡ്യൂ ടു ലോഡിങ് മേ ബി എലിമിനേറ്റഡ് ഓർ ബ്രോട്ട് ഡൗൺ ടു പെർമിസിബിൾ ലിമിറ്റ് സോ ദാറ്റ് ക്രാക്സ് ആർ എലിമിനേറ്റഡ്. അപ്പോൾ ക്രാക്കും വരില്ല. ഓക്കെ, എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമനൻറ്റ് സ്ട്രെസ്സസ് നമ്മൾ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ സ്ട്രെസ്സസ് തന്നെ, പക്ഷേ അതിൽ ഒരു പെർമനൻറ്റ് സ്ട്രെസ്സാണ് കൊടുക്കുന്നത് ആ കമ്പിയിലേക്ക്. അത് എപ്പോഴാണ് കൊടുക്കുന്നത്, ബിഫോർ ലോഡിങ്. ഓക്കെ, അത് എന്തിനാണ് കൊടുക്കുന്നത്, അതിൽ വരുന്ന ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണത് ഡ്യൂ ടു ലോഡിങ്. ഓക്കെ, ടെൻസൈൽ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യല്ലോ ഒരു ലോഡ് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ. ആ ലോഡിങ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ടെൻസൈൽ സ്ട്രെസ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ ഒരു പെർമിസിബിൾ ലിമിറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണത്, പെർമനൻറ്റ് സ്ട്രെസ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഗുണം, ക്രാക്സ് ഒക്കെ എലിമിനേറ്റ് ആവും, ഫെയിലിയർ കൂടുതലും സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് ടൈപ്സ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ആണ്. ശരിക്കും പറഞ്ഞാൽ അത് 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രീ സ്ട്രെസ്സിങ്ങിനെ, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ മെത്തേഡ് ഓഫ് അപ്ലൈയിങ് സ്ട്രെസ്സസ്. ഓക്കെ, ആൻഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ആങ്കറേജസ്. ഓക്കെ, ഏതൊക്കെ തരത്തിലുള്ള ആങ്കറേജസ് ആണ്, ആ തരത്തിൽ നമ്മൾ ബേസിക്കലി ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സ്ട്രക്ചർ. ഏത് തരത്തിലുള്ള സ്ട്രക്ചറിനാണ് നമ്മൾ ഈ ഒരു പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നത്, അതിൻ്റെ അനുസരിച്ച് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 2 ടൈപ്പായിട്ടാണ് ലീനിയർ പ്രീ സ്ട്രെസ്സിങ്ങും സർക്കുലാർ പ്രീ സ്ട്രെസ്സിങ്ങും. ഓക്കെ,
ലീനിയർ പ്രീ സ്ട്രെസ്സിങ്ങും ഇത് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ചോദിക്കും, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് ഒന്ന് നോക്കി വയ്ക്കുക. സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്, അത്ര ബുദ്ധിമുട്ടുള്ള കോൺസെപ്റ്റുകളൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഒന്ന് ലീനിയറും ഒന്ന് സർക്കുലാറും. ലീനിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലെങ്ത് വൈസാണ് അതിൽ സ്ട്രെസ്സ് പ്രൊവൈഡ് ചെയ്യണത്. ഓക്കെ, ലെങ്ത് വൈസാണ് അതിൽ സ്ട്രെസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുന്നത് ലെങ്ത് വൈസ് ആയിരിക്കും. ലെങ്ത് വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലീനിയർ മെമ്പർ. ലീനിയർ മെമ്പർ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ വരേണ്ട 2 മെമ്പേഴ്സ് ഏതൊക്കെ ആയിരിക്കണം നമ്മളെ ഡേ ടു ഡേ ലൈഫിൽ? ബീംസും കോളംസും അല്ലേ. ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലെങ്ത് വൈസ് ഹോറിസോണ്ടലായിട്ട് വെച്ചിട്ടുള്ള ഒരു മെമ്പറാണ്. കോളം എന്ന് പറഞ്ഞാൽ എന്താ, വേർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ള, നമ്മളെ ഫില്ലർ എന്ന് പറയുന്നത് കോളം എന്ന് പറയുന്നത് അല്ലേ, അത് വേർട്ടിക്കലായിട്ട് വെച്ചിട്ടുള്ള ഒരു മെമ്പറാണ്. ബീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോറിസോണ്ടലായിട്ട് വെച്ചിട്ടുള്ള മെമ്പറാണ്. ഓക്കെ, അതിലെന്താ നമ്മൾ ചെയ്യണത്, ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസ് അണ്ടർ ടെൻഷൻ ട്രാൻസ്മിറ്റ് ആൻഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് കംപ്രസീവ് ഫോഴ്സ് ടു ദ കോൺക്രീറ്റ് ബൈ ബോണ്ട് ഓർ ആങ്കറേജ്. ഓക്കെ, നിങ്ങളത് കൂടുതലായിട്ട് കോംപ്ലിക്കേറ്റ് ആക്കേണ്ട. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലീനിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന സ്ട്രെസ്സുകൾ ഇതിലായിരിക്കും, ബീംസ് ആൻഡ് കോളംസിലാണ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യണത്. നമ്മൾ ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ വലിയ വലിയ സസ്പെൻഷൻ ബ്രിഡ്ജ് ഉണ്ടാവും, തൂക്കുപാലം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ ഈ ലോഡ് നമ്മൾ ക്യാരി ചെയ്യണത് ആ ഒരു കോളമായിരിക്കും. നമ്മൾ വലിയ വലിയ കോളംസ് കാണാൻ പറ്റും ഇങ്ങനെ ഉയരത്തിലേക്ക്. അതിലിങ്ങനെ അത് തൂക്കുക അല്ലേ, അതിൽ കുറേ കേബിൾസ് ഇങ്ങനെ പോകുന്നുണ്ടാവും. ഈ കേബിൾസിൻ്റെ ഉള്ളിൽ കുറേ വയേഴ്സ് ഉണ്ടാവും. അതിനാണ് ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരാണ് അതിൽ ആ ടെൻഷന് ട്രാൻസ്മിറ്റ് ചെയ്യുക. ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ നടത്തുന്നത് ഈ ഒരു സ്റ്റീൽ ടെൻഡൻസ് ആണ്. ഈ ടെൻഡൻസ് എന്താ ചെയ്യണത്, ഈ ഒരു തൂക്കുപാലത്തിൻ്റെ ലോഡ് ആർക്ക് കൊടുക്കും, ഈ ഒരു എന്താ പറയുക, ആ ഒരു വേർട്ടിക്കൽ മെമ്പറിന് കൊടുക്കും. തൂക്കുപാലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ബോംബെ വോർലി ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ബോംബെയിലുള്ള വോർലി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മതി. അതൊക്കെ സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അതിൽ കുറേ കേബിൾസ് ഉണ്ടാവും. ആ കേബിൾസ് എന്താ ചെയ്യുക, വേർട്ടിക്കലായിട്ടുള്ള കേബിൾസ് നേരെ എന്താ പറയുക ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേബിൾസിലേക്ക് പോകും. ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള കേബിൾസ് പൈലോണിലേക്ക് പോകും. പൈലോണാണ് നമ്മളെ വേർട്ടിക്കൽ മെമ്പർ. ആ പൈലോണാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ലോഡിനെ ക്യാരി ചെയ്യണത്. ഓക്കെ, അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ ലീനിയർ പ്രീ സ്ട്രെസ്സിങ് നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും നിങ്ങളൊന്ന് എന്താ പറയുക, ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങൾ നിങ്ങളൊന്ന് നെറ്റിലും കൂടി സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ ഐഡിയാസ് കിട്ടും. പറയണ പോലെയല്ല. ഓക്കെ, ലീനിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതൊക്കെ മനസ്സിലാവും കാര്യങ്ങളൊക്കെ. സർക്കുലാർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സർക്കുലാർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സർക്കുലാർ സ്ട്രക്ചറിനാണ് നമ്മൾ ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുക. സർക്കുലാർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിളായിട്ട് എടുക്കുക, നമ്മളെ പൈപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. പൈപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ചെറിയ ചെറിയ പൈപ്പ്, PVC പൈപ്പൊക്കെ. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്, വലിയ പൈപ്പ് ഉണ്ടാവും, RCCൻ്റെ ഒക്കെ പൈപ്പ് ഉണ്ടാവും. വലിയ വലിയ പൈപ്പാണ്, ഒരു മനുഷ്യൻ്റെ വലുപ്പത്തിൻ്റെ അനുസരിച്ചുള്ള വലിയ പൈപ്പാണ്. നമ്മൾ ഗെയിൽ പാചകവാതകം എന്ന് പറഞ്ഞിട്ട് അതിനൊക്കെ പൈപ്പ് ഇട്ട് കൊടുക്കണമല്ലോ താഴേക്ക്, വലിയ പൈപ്പുകളുണ്ടാവും. ആ വലിയ പൈപ്പിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെ നമ്മൾ ലീനിയർ അല്ല, ലെങ്ത് വൈസ് അല്ല നമ്മളവിടെ ടെൻഷൻ കൊടുക്കുന്നത്, പ്രീ സ്ട്രെസ് കൊടുക്കുന്നത് എന്താണ്, ലീനിയർ അല്ല. അവിടെ എങ്ങനെയാണ്, സർക്കുലാർ ആയിട്ടാണ് അല്ലേ. ആ ഒരു സർക്കുലാർ ആയിട്ടുള്ള ടാങ്ക് ഉണ്ടാവും, സർക്കുലാർ ആയിട്ടുള്ള പൈപ്പുകൾ ഉണ്ടാവും. ആ ഒരു പൈപ്പുകളിലൊക്കെ അവിടെ നമ്മൾ ആദ്യം തന്നെ പ്രീ സ്ട്രെസ് കൊടുക്കണം. ലോഡ് ആദ്യം തന്നെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, അല്ലെങ്കിൽ അതിൽ എന്താ പറയുക ഇൻറ്റേർണൽ സ്ട്രെസ്സസ്, ഓക്കെ, പെർമനൻറ്റ് സ്ട്രെസ്സസ് ആദ്യം തന്നെ കൊടുക്കണം. അപ്പോഴേ അത്രയും ലോഡ് അതിൽ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുള്ളൂ. നമ്മളെ വാട്ടർ ടാങ്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. സർക്കുലർ ആയിട്ടുള്ള വാട്ടർ ടാങ്ക്, അതിൽ എത്രത്തോളം ലോഡാണ് അത് ക്യാരി ചെയ്യണത്. എത്രയോ ലിറ്റേഴ്സ്, മില്യൺ ലിറ്റേഴ്സൊക്കെയാണ് ഒരു ദിവസം അതിൽ വെള്ളം ചാടുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും ലിറ്റേഴ്സ് അത് ക്യാരി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സർക്കുലാറായിട്ട്, ഓക്കെ, സർക്കുലാർ സ്ട്രക്ചേഴ്സിന് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രീ സ്ട്രെസ്സിങ് മെത്തേഡാണ് എന്ത്, സർക്കുലാർ പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി പ്രൊവൈഡ് ചെയ്യുന്നത് പൈപ്പുകൾ, ഓക്കെ, RCCൻ്റെ പൈപ്പുകൾ ഉണ്ടാവും. അതേപോലെ ടാങ്കുകൾ, സർക്കുലാർ ആയിട്ടുള്ള ടാങ്കുകൾ ഉണ്ടാവും. അതിലാണ് നമ്മൾ ബേസിക്കലി ഈ ഒരു മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യണത്. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും.
ഓക്കെ, എന്താണ് പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞാൽ? ഡിപ്പെൻഡിങ് അപ്പോൺ ദ മെത്തേഡ് ഓഫ് അപ്ലിക്കേഷൻ ഓഫ് പ്രീ സ്ട്രെസ്സിങ് മെത്തേഡ്സ് ആർ ക്ലാസിഫൈഡ് ആസ് പ്രീ ടെൻഷനിങ് ആൻഡ് പോസ്റ്റ് ടെൻഷനിങ്. പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രീ ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ടെൻഷൻ കൊടുക്കുക. ഓക്കെ, ആദ്യം തന്നെ ടെൻഷൻ കൊടുക്കുന്ന ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് പ്രീ ടെൻഷനിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഈ ഒരു മെത്തേഡിന് പറയുന്ന വേറൊരു പേരാണ് ഹോയർ ഓർ ലോങ് ലൈൻ മെത്തേഡ്. ഓക്കെ, ഇതിലെന്താ ചെയ്യണതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളെ കമ്പി ഉണ്ടല്ലോ, റീഇൻഫോഴ്സ്മെൻറ്റ് ബാർ, അത് നമ്മൾ ഈ ഹൈ ടെൻസൈൽ സ്റ്റീൽ ടെൻഡൻസ് ആണ്. ഓക്കെ, ഈ ഒരു ടെൻഡൻസിനെ ചെറിയ ചെറിയ വയറുകളെയാണ് ടെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതെല്ലാം കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ് നമ്മൾ കേബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ടെൻസൈലായിട്ടുള്ള സ്റ്റീൽ ടെൻഡൻസിനെ നമ്മൾ എന്താ ചെയ്യുക, ഒരു ഫിക്സ് ചെയ്യുകയാണ്, രണ്ട് ഭാഗത്ത് ഫിക്സ് ചെയ്തിട്ട് അതിനെ വലിക്കുകയാണ് ചെയ്യണത്. ഓക്കെ, നല്ല രീതിയിൽ അതിനെ ടെൻഷൻ ചെയ്യുക, ടെൻഷൻ ഫോഴ്സ് കൊടുക്കുകയാണ്. എന്താ പറയുക, ടെൻഷനിങ് ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ജാക്ക് ഉണ്ട്. ആ ജാക്കിൽ നമ്മൾ ഇത് പിടിച്ച് വലിച്ച് അതിന് ടെൻഷൻ ഫോഴ്സ് കൊടുക്കുകയാണ്. കംപ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? കംപ്രസ് ചെയ്യുക, ടുവേർഡ്സ് ദ സ്ട്രക്ചറാണ് കംപ്രസീവ് ഫോഴ്സ് വരിക, അവേ ഫ്രം ദ സ്ട്രക്ചറാണ് എന്ത് വരിക, ടെൻസൈൽ ഫോഴ്സ് വരിക. ഓക്കെ, പിടിച്ച് വലിക്കണേനെയാണ് ടെൻസൈൽ വേറെ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ജാക്ക് ഉപയോഗിച്ചിട്ട് രണ്ട് ഭാഗത്ത് രണ്ടൊരു പിടുത്തം ഉണ്ടെന്ന് വിചാരിക്കുക. ആ പിടുത്തത്തിൽ നമ്മൾ അതിങ്ങനെ വലിക്കുകയാണ് ഈ സ്റ്റീൽ ടെൻഡൻസിന്. ആദ്യം തന്നെ വലിക്കുകയാണ്. ആദ്യം തന്നെ പറഞ്ഞാൽ എന്താണ്, ഈ കോൺക്രീറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ വലിക്കുകയാണ്. ഓക്കെ, അത് ഫിക്സഡ് ആയിട്ടുള്ള അബട്ട്മെൻറ്റ്സ് ഉണ്ടാവും, സപ്പോർട്ടിൻ്റെയാണ് അബട്ട്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ആ ഫിക്സഡ് ആയിട്ട് അബട്ട്മെൻറ്റ്സിൽ വെച്ചിട്ട് അതിങ്ങനെ ടൈറ്റ് ആക്കുക ഈ കമ്പികളെ. അപ്പോൾ അത്രയും ലോഡ് അതിൽ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്തതിന് ശേഷം നമ്മളെന്താ ചെയ്യുക, ഇതിൻ്റെ ഇടയിലൊക്കെ കോൺക്രീറ്റ് പോർ ചെയ്യും. കോൺക്രീറ്റ് ഓരോ മോൾഡ് വെച്ചതിന് ശേഷം ആ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കും. അവിടെ മോൾഡ് വെക്കും. ഈ ഇങ്ങനെ പിടിച്ച് വലിച്ച ഇതുണ്ടാവില്ല, ഭയങ്കര ഒരു ദൂരത്ത് വരെ ഉണ്ടാവും ഈ ഒരു ടെൻഡൻസ് വലിക്കണത്. അതിൻ്റെ ഇടയിൽ കുറേ മോൾഡുകൾ വെച്ചിട്ടുണ്ടാവും ഈ കമ്പികളുടെ ഇടയിൽ. ആ മോൾഡിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ചെയ്യും. ഓക്കെ, അത് പോർ ചെയ്യും. പിന്നെന്താ ചെയ്യുക, വെൻ ദ കോൺക്രീറ്റ് റീച്ചേഴ്സ് എ റിക്വയർഡ് കംപ്രസീവ് സ്ട്രെങ്ത്, അതിനൊരു സ്ട്രെങ്ത് ഉണ്ടല്ലോ, ഈ 7 days 14 days 28 days നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു കോൺക്രീറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യണത്. 28 ദിവസം വരെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ നനച്ചു കൊടുക്കണം എന്നൊക്കെ പറയാറില്ലേ, അത് ഇതിൻ്റെ ബേസിസിലാണ് കംപ്രസീവ് സ്ട്രെങ്ത്. അപ്പോൾ ഈ കോൺക്രീറ്റ് അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക, ഈ സ്റ്റീൽ ടെൻഡൻസിനെ നമ്മൾ റിലീസ് ചെയ്യും. ആ ഒരു സപ്പോർട്ടിൽ നിന്ന് നമ്മൾ പിടിച്ച് കെട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ ട്രാൻസ്ഫർ ഓഫ് പ്രീ സ്ട്രെസ് നടക്കും. ഓക്കെ, സ്റ്റീൽ ടു കോൺക്രീറ്റ് ആ ഒരു ബോണ്ടിങ്ങിലൂടെ അതിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ സംഭവിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു കോൺക്രീറ്റ് ഇടുന്നതിൻ്റെ മുന്നേ, കോൺക്രീറ്റിൻ്റെ ചെയ്യണതിൻ്റെ മുന്നേ നമ്മളെന്താ ചെയ്യണത്, അതിന് പ്രീ സ്ട്രെസ്സിങ് കൊടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, പ്രീ ടെൻഷനിങ് എന്ന് പറയും. ഓക്കെ, ആദ്യം തന്നെ ടെൻഷൻ ഫോഴ്സ് കൊടുക്കുകയാണ് കമ്പീന്. ഓക്കെ, ആ കമ്പീന് ആദ്യം തന്നെ ടെൻഷൻ ഫോഴ്സ് കൊടുത്തതിന് ശേഷം നമ്മളെന്താ ചെയ്യണത്, അവിടെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഇടയിൽ എത്രയാണോ നമ്മളുടെ സെക്ഷൻ്റെ വലുപ്പം വേണ്ടത്, ഓക്കെ, അതിൻ്റെ അനുസരിച്ച് നമ്മൾ കുറേ സെക്ഷൻസ് ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മോൾഡ് വെച്ചതിന് ശേഷം അതിങ്ങനെ ഇട്ട് കൊടുക്കുക. മോൾഡ് എന്ന് പറഞ്ഞാൽ എന്താ, പലകടിക്കുമെന്ന് നമ്മൾ പറയില്ലേ, നമ്മൾ ഈ വാർപ്പിൻ്റെ മുന്നേ പലകടിക്കും അല്ല, സെൻറ്ററിങ് ഒക്കെ കണ്ടിട്ടുണ്ടോ. അപ്പോൾ അതേപോലെ പലകടിച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കോൺക്രീറ്റ് അടിച്ചതിന് ശേഷം എന്താ ചെയ്യണത്, ഈ കമ്പി ഇങ്ങനെ അപ്പോഴും പിടിച്ച് വലിച്ച് കെട്ടിയിരിക്കുകയാണ്. ഈ കോൺക്രീറ്റ് ഇട്ട് 14-28 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ എന്താ പറയുക, ഈ കമ്പി നമ്മൾ ആ സ്റ്റീൽ ടെൻഡൻസ് നമ്മൾ റിലീസ് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ ചെയ്യണത്, ആ പ്രീ സ്ട്രെസ് അതിലേക്കും കൂടി ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, കമ്പിയിൽ നിന്ന് നമ്മളുടെ കോൺക്രീറ്റിലേക്കും ട്രാൻസ്ഫർ ചെയ്യും. എന്നാലും അതിന് നല്ലൊരു കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, ലോഡ് ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി കിട്ടിയിട്ടുണ്ടാവും. ഏതിൽ, പ്രീ ടെൻഷനിങ്ങിൽ. ഓക്കെ, അത് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ അടുത്ത് അറിയേണ്ടത് പോസ്റ്റ് ടെൻഷനിങ്. അപ്പോൾ പ്രീ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ടെൻഷൻ കൊടുത്തു, ആർക്ക്, സ്റ്റീൽ ടെൻഡൻ വയേഴ്സിന് അല്ലേ. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, പിന്നെ ടെൻഷൻ കൊടുക്കുക. പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്തായിരിക്കും ചെയ്യുക, ആദ്യം നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ആദ്യം തന്നെ കോൺക്രീറ്റ് ഇട്ട് കൊടുത്താൽ ഈ കമ്പി ഇടാനുള്ള സ്പേസ് എവിടെ ഉണ്ടാവുക. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്പേസ് ഇട്ട് കൊടുക്കണം.
ഓക്കെ. ഒരു ഡക്റ്റ് ഇട്ട് കൊടുക്കുക. ഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പൈപ്പ് പോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ. ആ പൈപ്പ് ഒരു ഗ്യാപ്പായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കോൺക്രീറ്റ് ഇടണം, മോൾഡ് ഉണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞു പലകടിക്കും. ആ പലകടിക്കുമ്പോൾ തന്നെ ഒരു പൈപ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അതിൻ്റെ എവിടെയാണ് നമ്മൾ ഈ ഒരു കമ്പി ഇട്ട് കൊടുക്കേണ്ടത് അവിടെ ഇങ്ങനെ ഒരു പൈപ്പ് പോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, കോൺക്രീറ്റ് ഇട്ട് കൊടുക്കും. ഓക്കെ. ഈ സ്റ്റീൽ ടെൻഡൻസിന് ഇട്ട് കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലേക്ക് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കും. കോൺക്രീറ്റ് പോർ ചെയ്യും. പിന്നെന്താണ്, കോൺക്രീറ്റ് അതിൻ്റെ ഒരു നിശ്ചിത കംപ്രസീവ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, പിന്നെന്താ ചെയ്യുക, ഈ ടെൻഡൻസ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. ഓക്കെ. ഓക്കെ. അത് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും, അതിനെ ടെൻഷൻ ചെയ്യിപ്പിക്കും. ഓക്കെ. ടെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തിക്കയറ്റും. എന്നാലും നമുക്ക് തോന്നും അതിന് ഫുള്ളായിട്ട് എന്ത് ചെയ്യില്ല, അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ. അത് ഫുള്ളായിട്ട് അതിൻ്റെ എന്ത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല, അതിൻ്റെ ആ ഒരു പ്രീ സ്ട്രെസ്സിങ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് അത് അറ്റൈൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ചിലപ്പോൾ ചില ഗ്യാപ്പുകളൊക്കെ വരാനുള്ള സാധ്യതകൾ അതിലുണ്ട്. ഓക്കെ. അത് എത്രത്തോളം ഫില്ല് ചെയ്താലും അതിലെന്താണ്, ആ ഫുള്ളായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടൂല. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, അതിൻ്റെ ഇടയിലൂടെ ഈ സിമെൻറ്റ് ഗ്രൗട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യും, പ്രഷറിൽ ഇഞ്ചെക്റ്റ് ചെയ്യും. ഓക്കെ. നമുക്കറിയാം എത്ര കമ്പി ഇട്ട് കൊടുത്താലും ചിലപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഈ സിമെൻറ്റ് ഗ്രൗട്ട് ഫോഴ്സിൽ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് നമ്മളെന്താണ്, ഈ ഗ്രൗട്ട് പ്രഷറിൽ കൊടുക്കണ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ഫുള്ളി ബോണ്ടഡ് സിസ്റ്റം. ഇപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗ്രൗട്ട് അടിക്കണില്ലെങ്കിൽ അൺബൗണ്ടഡ് സിസ്റ്റം എന്നാണ് അതിന് പറയുന്ന പേരുകൾ. ഓക്കെ. ഫുള്ളി ബൗണ്ടഡ് സിസ്റ്റവും ആ ഒരു പ്രഷറിൽ കൊടുക്കണില്ലെങ്കിൽ, ഗ്രൗട്ട് ഇട്ട് കൊടുക്കണില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺബൗണ്ടഡ് സിസ്റ്റം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും പോസ്റ്റ് ടെൻഷനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടെൻഷൻ കൊടുക്കുന്നത് പിന്നെയാണ്. ഓക്കെ. കമ്പിയിൽ ടെൻഷൻ കൊടുക്കുന്നത് പിന്നെയാണ്. അതിൽ ആദ്യം എന്താ ചെയ്യണത്, അതിൽ ആദ്യം കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുക ചെയ്യണത്. അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റീൽ ടെൻഡൻസിന് കൊടുക്കേണ്ട ഒരു എന്താണ് സ്പേസ് നമ്മൾ ആദ്യം വിട്ടുകൊടുക്കും. ആദ്യം സ്പേസ് ഇട്ട് കൊടുക്കും, എന്നിട്ട് കോൺക്രീറ്റ് ഇട്ട് കൊടുക്കും. കോൺക്രീറ്റിൽ എന്താണ്, കോൺക്രീറ്റ് അതിൻ്റെ നിശ്ചിത കംപ്രസീവ് സ്ട്രെങ്ത് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടെൻഡൻസ് ടെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. ഓക്കെ. ടെൻഡൻസ് ടെൻഷൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കും. ഓക്കെ. എന്നിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യും, ആ ഒരു മെമ്പറിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ. ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഗ്യാപ്പ് വരാനുള്ള സാധ്യത ഉണ്ട്, ചില സ്പേസുകൾ ഉണ്ടാവും. ആ സ്പേസുകൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സിമെൻറ്റ് ഗ്രൗട്ട് പ്രഷറിൽ നമ്മൾ അപ്ലൈ ചെയ്യും. ആ ഒരു പ്രഷറിൽ അപ്ലൈ ചെയ്യുന്ന ആ ഒരു മെത്തഡിന് പറയുന്ന പേരാണ് ഫുള്ളി ബോണ്ടഡ് സിസ്റ്റം. അത് ആ ഒരു പ്രഷറിൽ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അൺബൗണ്ടഡ് സിസ്റ്റം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ. എന്താണ് അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാക്ക് ഫ്രീ ആയിരിക്കും, ക്രാക്ക് ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ഓക്കെ. പിന്നെന്താണ്, എസ്പെഷ്യലി വെൻ ദ സ്ട്രക്ചർ ഈസ് എക്സ്പോസ്ഡ് ടു വെദർ, എലിമിനേഷൻ ഓഫ് ക്രാക്ക് പ്രിവെൻറ്റ്സ് കൊറോഷൻ. അപ്പോൾ കൊറോഷനും സംഭവിക്കൂല. ഓക്കെ. പിന്നെന്താണ്, ഈ ഒരു മെമ്പറിന് നല്ല സ്റ്റിഫ്നെസ് ഉണ്ടാവും. സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ലോഡ് ബൈ ഡിഫ്ലക്ഷനെയാണ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്. ഓക്കെ. സ്റ്റിഫായിട്ടുള്ള ഒരു മെമ്പർ ആയിരിക്കും, ബിക്കോസ് അതിൻ്റെ ഒരു സെക്ഷൻ തന്നെ എഫക്റ്റീവായിട്ടുള്ള സെക്ഷൻ ആയിരിക്കും അല്ലേ. ഞാൻ എന്താ ആദ്യം പറഞ്ഞത്, RCC മെമ്പർ ആകുമ്പോൾ ലോഡ് എത്രത്തോളം കൂടുതൽ നമ്മളെ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യണോ അത്രത്തോളം ആ സെക്ഷൻ ഹെവി ആയിട്ട് മാറും. ആ ഒരു ഹെവി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ സ്ട്രെസ്സിങ് എന്നുള്ള കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. അപ്പോൾ എന്തായിരിക്കും, സ്റ്റിഫായിട്ടുള്ള മെമ്പർ ആയിരിക്കും. സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ കനം കുറഞ്ഞ ഒരു മെമ്പർ ആയിരിക്കും, വെയിറ്റും കുറവായിരിക്കും സ്വാഭാവികമായിട്ടും മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെന്താണ്, കോൺക്രീറ്റ് ബീംസ് ആർ കേപ്പബിൾ ഓഫ് ക്യാരിങ് ലാർജ് ലോഡ്സ്. ഓക്കെ. ഓവർ ലോങ് സ്പാൻ, വലിയ സ്പാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, നിങ്ങൾ TOSലൊക്കെ പഠിച്ചിരിക്കും. സ്പാൻ ലെങ്ത് പറഞ്ഞാൽ എത്രത്തോളം ലോഡ് ക്യാരി ചെയ്യുക, എത്രത്തോളമാണ് ആ സെക്ഷൻ്റെ വലുപ്പം, അതിനാണ് സ്പാൻ എന്ന് പറയുക. അപ്പോൾ അത്രത്തോളം വലിയ സ്പാന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെന്താണ്, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് റെസിസ്റ്റിംഗ് ബോത്ത് ടെൻഷൻ ആൻഡ് കംപ്രഷൻ.
ഓക്കെ, അപ് ടു ദ ലിമിറ്റ് ഓഫ് ക്രാക്കിംഗ്. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിനായിട്ട് വരുന്ന കുറച്ച് പോയിൻറ്റ്സ്. പിന്നെന്താണ് അതിൽ വരുന്ന കാര്യങ്ങൾ? ഷിയർ സ്ട്രെങ്ത് ഈസ് മോർ കൺസിസ്റ്റൻറ്റ്. അതിൽ ഷിയർ സ്ട്രെങ്ത്തിന് എന്താണ് നമുക്ക് ഏകദേശം പറയാൻ പറ്റും, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിയർ സ്ട്രെങ്ത് അതിലുണ്ടാവും കമ്പയർഡ് ടു എന്താണ് ഓർഡിനറി RCC. ഓക്കെ, പിന്നെന്താണ്? ഇറ്റ് ഈസ് ഹാസ് ആൻ ഹൈ എബിലിറ്റി ടു അബ്സോർബ് എനർജി ആൻഡ് ഫെറ്റീഗ് റെസിസ്റ്റൻസ്. അബ്സോർബ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു ലോഡ് വരിക, നമ്മൾ ചിന്തിക്കാതെ പെട്ടെന്നൊരു ഹെവി ലോഡ് വരാൻ ആണെങ്കിൽ ആ ഒരു ലോഡിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് നല്ല രീതിയിലുണ്ടാവും. അതേപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്ന് വിചാരിക്കുക, ആ ഒരു ഫെറ്റീഗിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിന് നല്ല രീതിയിലുണ്ട്. ഫെറ്റീഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു എന്തെങ്കിലും പറയുക ദുരന്തം സംഭവിക്കുകയാണ്, എന്നാലും അത് കുറേ നേരം പിടിച്ച് നിൽക്കും. അതാണ് ഫെറ്റീഗ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെന്താണ്? ഹൈ ടെൻസൈൽ സ്റ്റീൽ ക്യാൻ ബി യൂസ്ഡ് ഇൻ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് വൈൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഇൻ ഓർഡിനറി. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈ സ്റ്റീൽ ടെൻഡൻസ് എന്നൊക്കെ പറഞ്ഞു. ഈ സ്റ്റീൽ ടെൻഡൻസ് നമ്മൾ ഒരിക്കലും RCC സ്ട്രക്ചേഴ്സിൽ പ്രൊവൈഡ് ചെയ്യൂല. എന്ന് വെച്ചാൽ അത്രയും എന്താ പറയുക ടെൻഷൻ കൊടുത്ത ഒരു സ്റ്റീൽ വയേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റീൽ വയേഴ്സ് നമ്മൾ ഒരിക്കലും RCCയിൽ കൊടുക്കില്ല. അത് ബേസിക്കലി നമ്മൾ പ്രീസ്ട്രെസ്ഡ് കോൺക്രീറ്റ് മെമ്പേഴ്സിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇനി നമ്മൾ പറയാനുള്ളത് ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, ദ സ്ട്രോങ്ങർ മെറ്റീരിയൽസ് ലൈക്ക് സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ഹാവ് എ ഹയർ യൂണിറ്റ് കോസ്റ്റ്. ഓക്കെ, അതിന് കോസ്റ്റ് സ്വാഭാവികമായിട്ട് കോസ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ അത്ര കൂടുതലായിട്ട് പറയാറില്ല, എന്നാലും എക്കണോമിക്കലായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെയാണ്. പിന്നെയാണത് അതിൻ്റെ ഫോം വർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഫോം വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? പാലക്കടിക്കുന്നത്. ഓക്കെ, അതിനടിക്കാൻ ഓരോ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്യേണ്ടതൊക്കെ കുറച്ച് ഇടങ്ങേറായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. പിന്നെന്താണ്? എൻഡ് ആങ്കറേജസ് ആൻഡ് ബിയറിംഗ് പ്ലേറ്റ്സ് ആർ യൂഷ്വലി റിക്വയർഡ്. എൻഡ് ആങ്കറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞല്ലോ, അത് പിടിച്ചു വലിക്കണം, ആ കമ്പികളെ രണ്ട് ഭാഗത്തുനിന്നും പിടിച്ചു വലിക്കണം. ഓക്കെ, അത് ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെന്താണ്? ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടുള്ള ഒരു പ്രക്രിയയാണ്, ലേബർ കോസ്റ്റ് കൂടുതലായിരിക്കും. പിന്നെന്താണ്? മോർ കണ്ടീഷൻസ് മാസ് ബി ചെക്ക്ഡ് ഇൻ ഡിസൈൻ ആൻഡ് ക്ലോസർ കൺട്രോൾ ഓഫ് എവറി ഫേസ് ഇസ് റിക്വയർഡ്. നമ്മളെല്ലാ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ പറയുകയാണ് ഇത്രയും ലോഡ് കപ്പാസിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താ പറയുക ഹെവി ആയിട്ടുള്ള മെമ്പേഴ്സിനാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഭാവിയിൽ ഭയങ്കര ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെന്താണ്? ഷോർട്ട് സ്പാൻ മെമ്പേഴ്സിനൊന്നും ഇത് ഉപയോഗിക്കാതെ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അത് അൺഎക്കണോമിക്കലാവും. ഓക്കെ, വലിയ വലിയ മെമ്പേഴ്സിന്, ലോങ് സ്പാൻ ആയിട്ടുള്ള മെമ്പേഴ്സിനാണ് ഇത് നല്ലത്. അങ്ങനെ ആകുമ്പോൾ കൂടുതൽ ലോഡ് ക്യാരി കപ്പാസിറ്റി ചെയ്യാനുള്ള കെൽപ്പ് ഈ ഒരു എന്താ പറയുക പ്രീ സ്ട്രെസ് കോൺക്രീറ്റിന് കൂടുതലായിരിക്കും. ഓക്കെ, ചെറിയ ചെറിയ സ്പാനിന് കൊടുക്കാനുള്ള കെൽപ്പ് അത് നല്ലതായിരിക്കില്ല, അൺഎക്കണോമിക്കലായിരിക്കും. ലാർജ് സ്പാൻ മെമ്പേഴ്സ് ആകുമ്പോൾ അതിന് നല്ല ലോഡ് ക്യാരിങ് കപ്പാസിറ്റി ഉള്ളത് കൊണ്ട് കാരണം അത് എക്കണോമിക്കൽ ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ, എക്കണോമിക്കൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ പോയിന്റ്സ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക.